ആചാരങ്ങളിൽ വ്യത്യസ്തത നിലനിൽക്കുന്ന ഉത്തര കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രം. ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രമായ അക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായ യാതൊരു നിർമ്മിതികളും കാണാനാകില്ല. വൈശാഖോത്സവകാലത്ത് കൊട്ടിയൂരിൽ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പ് കാര്യങ്ങൾക്കുമായി ഒരുക്കുന്ന പർണശാലകളും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കൊട്ടിയൂരിലെ പാരമ്പര്യ ട്രസ്റ്റിമാരിൽ രണ്ടാം ഊരാളന്മാരാണ് കരിമ്പനയ്ക്കൽ ചാത്തോത്ത്. ഈ ചാത്തോത്ത് കയ്യാലയിൽ നിന്നും കൊട്ടിയൂരിലെത്തുന്ന ഭക്തർക്കായി നൂറ്റാണ്ടിലേറെയായി ചുക്കുകാപ്പി വിതരണം നടത്തിവരുന്നു. കാഞ്ഞ നടുവിലെ അക്കരെ സന്നിധിയിൽ മേൽക്കൂരയില്ലാതെ തുറസായാണ് സ്വയംഭൂ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാട്ടോലകളിൽ കെട്ടിയ ശ്രീകോവിൽ ഉയരുക ഉത്സവം തുടങ്ങിയ ശേഷം മാത്രമായിരിക്കും. കാലങ്ങൾക്ക് മുൻപേ പ്രകൃതിഭാവങ്ങളുടെ വേഷപ്പകർച്ചയിൽ ഓലക്കുട ചൂടിയും ഈ യാഗപർണശാലയിൽ തീർത്ഥാടകർ എത്തിയിരുന്നു. വൈശാഖോത്സവത്തിനായി മാത്രം തുറക്കുന്ന അക്കരെ സന്നിധിയിൽ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പ് കാര്യങ്ങൾക്കുമായി കയ്യാലകൾ ഒരുക്കാറുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തോടും ഭരണത്തോടും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തരക്കാരാണ് ഊരാളന്മാർ. മണത്തണ സ്വദേശികളായ കുളങ്ങരയത്ത്, ആക്കൽ, കരിമ്പനയ്ക്കൽ ചാത്തോത്ത്, തിട്ടയിൽ എന്നീ 4 പ്രമുഖ നായർ തറവാടുകളിലെ ഏറ്റവും മുതിർന്ന കാരണവന്മാരാണ് ഊരാളന്മാരായി സ്ഥാനമേൽക്കുന്നത്. കൊട്ടിയൂരിന്റെ ഉടമസ്ഥരാണിവർ. അക്കരെ സന്നിധാനത്ത് ഈ 4 ഊരാള തറവാടുകാർക്കും പ്രത്യേകം കയ്യാലകളുണ്ട്. ഇവയിൽ കരിമ്പനയ്ക്കൽ ചാത്തോത്ത് കയ്യാലയിൽ നിന്നും കൊട്ടിയൂരിലെത്തുന്ന ഭക്തർക്കായി നൂറ്റാണ്ടിലേറെയായി ചുക്കുകാപ്പി വിതരണം നടത്തിവരുന്നു. ഇത് ഭക്തർക്ക് ഏറെ ആശ്വാസകരമാണെന്ന് സുബ്രഹ്മണ്യൻ നായർ പറഞ്ഞു. ഇത് കരിമ്പനയ്ക്കൽ ചാത്തോത്ത് കയ്യാലയാണ്. ഒരു പാരമ്പര്യ ട്രസ്റ്റിമാരിലെ രണ്ടാം ഊരാളൻ അവരുടെ കയ്യാലയായിട്ടാണ് ഇത്. ഞങ്ങൾ ഈ കയ്യാലയിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റാണ്ടായി ഈ ചുക്കുകാപ്പി വിതരണം നടത്തി വരുന്നു. ഇത് നടത്തി വരിക എന്നാൽ ഈ ദേവസ്വം ഇന്ന് നടത്തി വരുന്ന കാപ്പി തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ഇതിൻ്റെ ചുറ്റുപാടുള്ള കയ്യാലകളിലും അതുപോലുള്ള നമ്മുടെ അവകാശികളുടെ സ്ഥലത്തും ഇതുപോലുള്ള സേവനങ്ങൾ നടത്തുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ഞങ്ങൾ ഇത് 50 വർഷം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന കാര്യമാണ്. ഈ ചുക്കുകാപ്പി വിതരണത്തോടനുബന്ധിച്ച് ഇവിടെ വരുന്ന നിവേദ്യച്ചോറ് അത് ഞങ്ങൾ ഈ ഭക്തർക്കെല്ലാം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കൊടുത്ത് അവർക്ക് ആ നിവേദ്യച്ചോറ് അവരിലേക്ക് എത്തിക്കുന്ന ഒരു കർത്തവ്യം കൂടി ഈ കയ്യാലയിൽ നടത്തി വരാറുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ദിവസം ഒരു 50 കിലോ വെള്ളം വരെ ഞങ്ങൾ കാപ്പി വെച്ച് 1000-2000 പേര് വരെ അടങ്ങുന്ന ആൾക്കാർക്ക് കാപ്പി ചുക്കാപ്പി. ആദിവാസികൾ മുതൽ ബ്രാഹ്മണർ വരെയുള്ള നൂറുകണക്കിന് അവകാശികളാണ് കൊട്ടിയൂരിലുള്ളത്. എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഇതുപോലെ പങ്കാളിത്തമുള്ള മറ്റൊരു ദേവസ്ഥാനം കൊട്ടിയൂരല്ലാതെ മറ്റൊരിടത്തും ഉണ്ടാകില്ല. ഒരു വിഭാഗക്കാർ ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ പോലും ഉത്സവം നടക്കില്ല. അവകാശികൾ എല്ലാവർക്കും ഓരോ ആചാര പേരുകൾ, ഉത്സവത്തിൽ വ്യത്യസ്തമായ ചുമതലകൾ. ഇവയെല്ലാം കൂടുന്നതാണ് പ്രകൃതിയുടെ മടിത്തട്ടിലെ ഉത്സവം.